Using De Morgan's law, evaluate each of the following Boolean expression. Xന്റെ വാല്യൂ 2 ആണെന്നും yയുടെ വാല്യൂ 5 ആണെന്നും zന്റെ വാല്യൂ 3 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, negation of x less than z conjunction y less than z. നോക്കാം. Using De Morgan's law, evaluate each of the following. അത് തന്നെ ഒരു പറഞ്ഞിട്ടുണ്ട് എക്സ് ലെസ് ദാൻ സെഡ് ആണെന്ന്. എക്സ് എന്ന് പറഞ്ഞാൽ 2 ആണ്, സെഡ് എന്ന് പറഞ്ഞാൽ 3 ആണ്. എക്സ് ലെസ് ദാൻ സെഡ് എന്ന് പറഞ്ഞാൽ 2 ലെസ് ദാൻ 3, അത് ട്രൂ ആണ്. സോ ഇറ്റ് ഈസ് ട്രൂ. കൺജങ്ഷൻ y ലെസ് ദാൻ സെഡ്, y പറഞ്ഞാൽ 5 ആണ്, 5 ലെസ് ദാൻ സെഡ്, 5 ലെസ് ദാൻ സെഡ് സെഡ് 3 ആണ്, 5 ലെസ് ദാൻ 3 അത് ഫോൾസ് ആണ്. സോ ഇറ്റ് ഈസ് ഫോൾസ്. ഇത് ഫോൾസ് ആണ്. ഇപ്പോൾ ട്രൂവും കൺജങ്ഷൻ എഫും കൺജങ്ഷൻ ടേബിൾ പ്രകാരം ട്രൂത്ത് ടേബിൾ പ്രകാരം രണ്ടും ട്രൂ എന്നാലേ ട്രൂ ആവുള്ളൂ. ഇപ്പോൾ ടി കൺജങ്ഷൻ എഫ് ഫോൾസ് ആണ്. സോ ദിസ് ഈസ് ഫോൾസ്. ദിസ് ഈസ് ഫോൾസ്. എന്ത് പറയണം? നെഗേഷൻ ഓഫ് ഇതാണ്. കണ്ടോ, ഇവിടെ നെഗേഷൻ ഉണ്ട്, ഇവിടെ നെഗേഷൻ ഉണ്ട്. നെഗേഷൻ ഓഫ് ഇതാണ്. ഈ ഫുൾ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രൂ ഫോൾസ് ആണ്. ഇപ്പോൾ നെഗേഷൻ ഓഫ് ഫോൾസ് എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. സോ ദിസ് ഈസ് ട്രൂ. നമ്മളിവിടെ ഡി മോർഗൻസ് ലോ ഉപയോഗിച്ചില്ല, സാധാരണ രീതിയിൽ സോൾവ് ചെയ്തത്. ഈ ഡി മോർഗൻസ് ലോ വെച്ച് എന്താ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഡി മോർഗൻസ് ലോ പറയണത് നെഗേഷൻ ഓഫ് പി കൺജങ്ഷൻ ക്യൂ ഈസ്, നെഗേഷൻ ഓരോന്നിനും കൊടുക്കണം, കൺജങ്ഷൻ ഡിസ്റ്റങ്ഷൻ ആക്കണം. നെഗേഷൻ ഓഫ് പി ഡിസ്റ്റങ്ഷൻ നെഗേഷൻ ഓഫ് ക്യൂ. ദെൻ നെഗേഷൻ ഓഫ് ഇത് എന്ന് പറഞ്ഞാൽ റൂള് പ്രകാരം ഒന്നാമത്തതിൻ്റെ ഈ കിടക്കുന്നതിൻ്റെ നെഗേഷൻ. ഇവിടെ എക്സ് ലെസ് ദാൻ സെഡ് എന്നല്ലേ, എക്സ് ലെസ് ദാൻ സെഡ് എന്ന് പറഞ്ഞാൽ നെഗേഷൻ എക്സ് നോട്ട് ലെസ് ദാൻ സെഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആണ് ചെറുത്, അപ്പം നെഗേഷൻ എടുക്കുമ്പോൾ എക്സ് വലുതാവണം. ദാറ്റ് ഈസ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ സെഡ്. മനസ്സിലായി? ദെൻ ഡിസ്റ്റങ്ഷൻ ഇതിൻ്റെ ഇവിടെ എന്താ പറയണത്? y ലെസ് ദാൻ സെഡ് എന്നാ. നെഗേഷൻ എടുക്കുമ്പോൾ y ഇവിടെ y ആണ് ചെറുത്, നെഗേഷൻ എടുക്കുമ്പോൾ y വലുതാവണം. y ഗ്രേറ്റർ ദാൻ സെഡ്. ഇതെന്താ? x ഗ്രേറ്റർ ദാൻ z. x എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 ഗ്രേറ്റർ ദാൻ 3 അത് ഫോൾസാ. 2 ഗ്രേറ്റർ ദാൻ 3 ഫോൾസാ. അതുപോലെ y ഗ്രേറ്റർ ദാൻ z 5 ഗ്രേറ്റർ ദാൻ 3 ട്രൂവാ. ഫോൾസും ട്രൂവും രണ്ടിൻ്റെയും ഡിസ്റ്റിങ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ട്രൂ തന്നെ വരാം. എന്ത് കിട്ടി? ഡി മോർഗൻസ് പ്രകാരം ട്രൂ ആണ്, ഇത് പ്രകാരവും ട്രൂ ആണ്. അതുപോലെ ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. സെയിം മെത്തേഡാണ്, തന്നെ ചെയ്ത് നോക്കുക. ഞാൻ വേണമെങ്കിൽ പറയാം. എക്സ് ലെസ് ദാൻ ഈക്വൽ ടു വൈ കൺജങ്ഷൻ y ഗ്രേറ്റർ ദാൻ z. 2 എക്സിന് വൈക്ക് വാല്യൂസ് കൊടുക്കുക. 2 ലെസ് ദാൻ ഈക്വൽ ടു y ട്രൂവാ, ട്രൂ കൺജങ്ഷൻ 5 ഗ്രേറ്റർ ദാൻ 3 അതും ട്രൂവാ. ട്രൂ കൺജങ്ഷൻ ട്രൂ, ട്രൂ ആണ് വരാം. The logical operators NAND എന്ന് പറഞ്ഞാൽ not and no are defined as follows. P NAND Q is equivalent to negation of P conjunction Q. അതുപോലെ P nor Q is equivalent to negation of P distinction Q. Then construct a truth table for P NAND Q and P nor Q. P NAND Q എന്ന് പറഞ്ഞാൽ എന്താ? നെഗേഷൻ ഓഫ് P കൺജങ്ഷൻ Q ആണ്. P എഴുതി
ക്യൂ എഴുതി. ഇപ്പൊ ടി 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 എഫ് എഫ് ടി എഫ് എഫ്. പി കൺജങ്ഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ ട്രൂ വന്നാൽ രണ്ടും ട്രൂ വന്നാൽ മാത്രം ട്രൂ, പിന്നെ ഒക്കെ ഫോൾസ്. ഓക്കെ, നെഗേഷൻ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ തരതിരിച്ചിടുക. ട്രൂ ഒക്കെ ഫോൾസ് ഒക്കെ ഫോൾസ് ഒക്കെ ട്രൂ ആക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. അതുപോലെ നെഗേഷൻ ഓഫ് പി ഡിസ്റ്റിങ്ഷൻ ക്യൂ, ഇതാണ് നോർ. പി നോർ ക്യൂ. പികൾ എഴുതി, ക്യൂകൾ എഴുതി. ഡിസ്റ്റിങ്ഷൻ എടുക്കാൻ പറയുന്നത് എന്താർത്ഥം? രണ്ട് ഫോൾസ് വന്നാൽ മാത്രം ഫോൾസ്, ബാക്കിയെല്ലാം ട്രൂ. അതിന് നെഗേഷൻ എടുക്കാൻ പറഞ്ഞാൽ ട്രൂ ഫോൾസ് ആവും, ഫോൾസ് ട്രൂ ആവും, ട്രൂകളൊക്കെ ഫോൾസുകളാവും. Then verify reductio ad absurdum law. അതെങ്ങനെ വെരിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രൂത്ത് ടേബിൾ ഉണ്ടല്ലോ, ട്രൂത്ത് ടേബിൾ എഴുതിയിട്ട് വെരിഫൈ ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് വെരിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂത്ത് ടേബിൾ ആണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത്. ബൈ യൂസിങ് ലോസ് ഓഫ് ലോജിക്, ഈ പ്രോബ്ലത്തിൽ കാണിക്കുന്ന പോലെ ബൈ യൂസിങ് ലോസ് ഓഫ് ലോജിക് എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ലോജിക്കലിന്റെ നിയമങ്ങൾ വെച്ച് തന്നെ പ്രൂവ് ചെയ്യണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.